യോഗിനി ഹൃദയമെന്നത് പ്രാചീനരുടെ അഗാധമായ നിഗൂഢറിവിന്റെ തെളിവായി നിലകൊള്ളുന്നു. ശക്തിയെ ആരാധിച്ചും മനസ്സിലാക്കിയും ദിവ്യസാക്ഷാത്കാരത്തിലേക്കുള്ള പാത വാഗ്ദാനം ചെയ്യുന്നു. ദേവിയുടെ കാലാതീതമായ ജ്ഞാനത്താൽ നയിക്കപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ ഹൃദയത്തിലേക്കുള്ള ഒരു വിശുദ്ധ യാത്രയാണിത്. അവിടെ ഓരോ അന്വേഷകനും ഉള്ളിലുള്ള നിഗൂഢ സത്യങ്ങൾ കണ്ടെത്തുന്നതിന് ക്ഷണിക്കപ്പെടുന്നു. ശക്തിയുടെ പരിവർത്തന ശക്തിയുടെ ലെൻസിലൂടെ പ്രപഞ്ച യാഥാർത്ഥ്യത്തിന്റെ ആഴത്തിലുള്ള പര്യവേക്ഷണമായാണ് യോഗിനിയുടെ ഹൃദയം ഉയർന്നുവരുന്നത്. നിത്യഹൃദയമെന്നും സുന്ദരി ഹൃദയമെന്നും അറിയപ്പെടുന്ന യോഗിനി ഹൃദയത്തെ നിത്യഷോഡശീകരണവ 16 നിത്യങ്ങളുടെ സമുദ്രം എന്നറിയപ്പെടുന്ന മുഴുവൻ കൃതിയുടെയും ഒരു ഭാഗമാണെന്ന് പറയപ്പെടുന്നു. മറ്റേ ഭാഗം പലപ്പോഴും വാമകേശ്വര തന്ത്രമായി പ്രത്യേകം പരിഗണിക്കപ്പെടുന്നു. യോഗിനിയുടെ ഹൃദയം അഥവാ യോഗിനി ഹൃദയം താന്ത്രിക ഹിന്ദുമതത്തിലെ ഒരു പ്രധാന ഗ്രന്ഥമായി വേറിട്ടു നിൽക്കുന്നു. ദിവ്യ സ്ത്രീത്വത്തെ കേന്ദ്രീകരിച്ചുള്ള ആത്മീയ ആചാരങ്ങളുടെ ആഴങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. പരമ്പരാഗത പാതകളിൽ നിന്ന് വ്യത്യസ്തമായി ആചാരങ്ങൾ, ധ്യാനം, ദൈവികതയുമായുള്ള നേരിട്ടുള്ള സംസർഗം എന്നിവയിലേക്ക് തന്ത്രത്തിന്റെ നിഗൂഢവുമായ മേഖലകളെ ഈ സംക്ഷിപ്ത ഗ്രന്ഥം തുറക്കുന്നു. ആത്മീയ സ്വാതന്ത്ര്യവും ദൃശ്യവും അദൃശ്യവുമായ കാര്യങ്ങളിൽ പ്രാവീണ്യം നേടാനും ലക്ഷ്യമിട്ട് ലൗകികതയ്ക്ക് അപ്പുറമുള്ള ഒരു പാത ഇത് വാഗ്ദാനം ചെയ്യുന്നു. വിശാലമായ സമൂഹത്തിലേക്ക് വ്യാപിക്കുന്നതിനു മുമ്പ് പുരാതന സന്യാസ പാരമ്പര്യങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച യോഗിനി ഹൃദയം മോചനത്തിലേക്കുള്ള നേരിട്ടുള്ളതും ആഴമേറിയതുമായ ഒരു പാതയെ വിവരിക്കുന്നു. ലൗകിക കാര്യങ്ങളിൽ സജീവമായി പങ്കെടുക്കുമ്പോൾ തന്നെ ആത്മീയമായി വിമോചിതമായ ജീവിതം നയിക്കാൻ ഇത് അനുയായികളെ അനുവദിക്കുന്നു. പ്രത്യേകിച്ച് ആത്മീയ നവീകരണത്തിന്റെ കേന്ദ്രമായ കാശ്മീർ പോലുള്ള പ്രദേശങ്ങളിൽ ഉച്ചരിക്കുന്ന ഈ പഠിപ്പിക്കലുകൾ സമ്പന്നമായ തന്ത്ര പാരമ്പര്യത്തെ പ്രതിധ്വനിപ്പിക്കുന്നു. പരമോന്നത ദേവതയായ ത്രിപുരസുന്ദരിയെ ആരാധിക്കുന്ന ശ്രീവിദ്യാ പാരമ്പര്യവുമായി ഈ പാഠം അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. ആന്തരിക ദൃശ്യവൽക്കരണം, മന്ത്ര ആവർത്തനം, ആത്മീയ ഉയർച്ചയ്ക്കായി ശ്രീചക്രത്തിന്റെ പ്രതീകാത്മക ഉപയോഗം തുടങ്ങിയ ആചാരങ്ങൾക്ക് ഇത് പ്രാധാന്യം നൽകുന്നു. ദേവിയും ഭൈരവനും തമ്മിലുള്ള ഒരു സംഭാഷണത്തിലൂടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ അഗാധമായ രഹസ്യങ്ങളിലേക്ക് ഈ വാചകം ആഴ്ന്നിറങ്ങുന്നു. അവിടെ ശിവന്റെയും ശക്തിയുടെയും ഊർജ്ജങ്ങളുടെ പരസ്പരബന്ധം പ്രപഞ്ചത്തിന് ജന്മം നൽകുന്നു. ഈ പ്രപഞ്ച സൃഷ്ടിക്രിയയെ ശ്രീയന്ത്രത്തിന്റെ കേന്ദ്രബിന്ദു അല്ലെങ്കിൽ ബിന്ദു പ്രതീകപ്പെടുത്തുന്നു. അതിൽ നിന്നാണ് പ്രപഞ്ചത്തിന്റെ ഘടനാപരവും ചലനാത്മകവുമായ വശങ്ങൾ ഉത്ഭവിക്കുന്നത്. ശക്തി തന്റെ സ്വതന്ത്ര ഇച്ഛാശക്തിയിൽ പ്രപഞ്ചത്തിന്റെ രൂപം സ്വീകരിക്കുന്നതെങ്ങനെയെന്നും തുടക്കത്തിൽ ഒരു കമ്പന സത്തയായി ഉയർന്നുവരുന്നതെങ്ങനെയെന്നും നാം കാണുന്ന മൂർത്തമായ യാഥാർത്ഥ്യമായി പ്രകടമാകുന്നതിനു മുമ്പ് എങ്ങനെയെന്നും ഈ വാചകം വ്യക്തമാക്കുന്നു. ശ്രീവിദ്യയുടെ കാദ്യപരമ്പരയുമായി യോജിക്കുന്ന യോഗിനി ഹൃദയത്തിൽ 15 അക്ഷരങ്ങളുള്ള ഒരു മന്ത്രത്തിന്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്നു. മഹാത്രിപുരസുന്ദരി ദേവിയുടെ ശബ്ദ പ്രതിനിധാനമാണിത്. അതിന്റെ സാരാംശം ബഹുമാനിക്കപ്പെടുന്ന ശ്രീയന്ത്രവുമായി ഇഴചേർന്നിരിക്കുന്നു. മന്ത്രം, ദേവത, യന്ത്രം എന്നിവ തമ്മിലുള്ള ഈ ബന്ധം ശിവനും ശക്തിയും തമ്മിലുള്ള ദിവ്യകളിയുടെ സത്തയെ, ബോധത്തിന്റെയും ഊർജ്ജത്തിന്റെയും പ്രപഞ്ചതത്വങ്ങളെ ഉൾക്കൊള്ളുന്നു. ജപം, ശരീരപ്രതിഷ്ഠ, ന്യാസം, ദിവ്യശക്തികളെ ആകർഷിക്കുന്നതിനായി പ്രതീകാത്മക ആംഗ്യങ്ങൾ, മുദ്ര ഉപയോഗിക്കൽ എന്നിവയുൾപ്പെടെയുള്ള നിഗൂഢ പഠിപ്പിക്കലുകളിലൂടെ സാധകരെ നയിക്കുന്നതിനാണ് യോഗിനി ഹൃദയ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് പ്രധാന അധ്യായങ്ങളായി തിരിച്ചിരിക്കുന്നു: ചക്രസങ്കേതം, മന്ത്രസങ്കേതം, പൂജസങ്കേതം, ഓരോന്നും ശ്രീചക്രത്തിന്റെ രഹസ്യങ്ങൾ, പവിത്രമായ ശബ്ദങ്ങളുടെ ശക്തി, ദിവ്യാരാധനയുടെ സങ്കീർണതകൾ തുടങ്ങിയ വശങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. മൊത്തത്തിൽ ഈ ഘടകങ്ങൾ ആഴത്തിലുള്ള ദിവ്യസംസർഗത്തിനുള്ള ഒരു ചട്ടക്കൂട് വാഗ്ദാനം ചെയ്യുന്നു. ചക്രസങ്കേതത്തിൽ സാധകരെ ശ്രീചക്രത്തിലേക്ക് പരിചയപ്പെടുത്തുന്നു. അത് പ്രപഞ്ചത്തെയും ദിവ്യസ്ത്രീത്വത്തെയും പ്രതിനിധീകരിക്കുന്നു. ചക്രത്തിന്റെ ധ്യാനാത്മകമായ ഒരു സഞ്ചാരത്തെ ഇത് നയിക്കുന്നു. ദേവിയുടെ പ്രപഞ്ചശക്തികളുമായി ബന്ധിപ്പിക്കുന്നതിന് അതിന്റെ സങ്കീർണമായ ജ്യാമിതിയുടെ ദൃശ്യവൽക്കരണത്തെ പ്രേരിപ്പിക്കുന്നു. ഇത് ഭക്തനും ദിവ്യനും ഇടയിലുള്ള അതിരുകൾ മങ്ങിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. മന്ത്രസങ്കേത ശ്രീവിദ്യാ മന്ത്രത്തെ പര്യവേക്ഷണം ചെയ്യുന്നു. ധ്യാനത്തിനും ആത്മീയ ഉയർച്ചയ്ക്കും സഹായിക്കുന്നതിന് അതിന്റെ ഘടനയും മറഞ്ഞിരിക്കുന്ന അർത്ഥങ്ങളും വെളിപ്പെടുത്തുന്നു. വ്യക്തിഗതവും സാർവത്രികവുമായ ഊർജ്ജങ്ങളെ വിന്യസിക്കുന്നതിൽ മന്ത്രങ്ങളുടെ പങ്കെടുത്തു കാണിക്കുന്നു. പൂജസങ്കേത എന്ന ഗ്രന്ഥത്തിലെ സമഗ്രഭാഗം ശ്രീചക്രത്തിലൂടെയുള്ള ദേവിയുടെ ആചാരപരമായ ആരാധനയെ വിശദമായി പ്രതിപാദിക്കുന്നു. ധ്യാനം, ദൃശ്യവൽക്കരണം, ദേവിയുമായുള്ള നിഗൂഢ ഐക്യത്തിനായി ദിവ്യഗുണങ്ങൾ ഉൾക്കൊള്ളൽ എന്നിവയിലൂടെ ഭൗതികമല്ലാത്ത ആരാധനയ്ക്ക് ഊന്നൽ നൽകുന്നു. ന്യാസം പോലുള്ള ആചാരങ്ങൾ സാധകന്റെ ശരീരത്തെ ഒരു ദിവ്യക്ഷേത്രമാക്കി മാറ്റുന്നു. ദിവ്യബന്ധവും ആത്മീയ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് വിവിധ ശരീരഭാഗങ്ങളെ പ്രത്യേക ദേവതകളുമായി ബന്ധിപ്പിക്കുന്നു. മുദ്രകൾ, ആത്മീയ ആംഗ്യങ്ങൾ, ധ്യാനത്തിലും ആചാരങ്ങളിലും ദിവ്യശക്തികളെ സാധകരിലേക്ക് നയിക്കുന്നു. ഓരോ മുദ്രയും തന്ത്രപരിശീലനത്തിന്റെ അവിഭാജ്യമായ പ്രത്യേക ദേവതകളുമായോ പ്രപഞ്ചശക്തികളുമായോ ബന്ധപ്പെട്ടിരിക്കുന്നു. ജപം അല്ലെങ്കിൽ ജപം, പ്രത്യേകിച്ച് ശ്രീവിദ്യാ മന്ത്രം, വൈബ്രേഷണൽ ഊർജ്ജങ്ങളെ ദൈവികവുമായി വിന്യസിക്കുന്നതിന് നിർണായകമാണ്. ആത്മീയ പരിവർത്തനത്തിനും ഉയർന്ന ബോധ ഉണർവിനും വേണ്ടിയുള്ള വാചികവും മാനസികവുമായ പാരായണം ഇതിൽ ഉൾപ്പെടുന്നു. ഈ പഠിപ്പിക്കലുകളും ആചാരങ്ങളുമാണ് യോഗിനി ഹൃദയത്തിന്റെ കാതൽ. ദിവ്യസ്ത്രീ ആരാധനയിലൂടെ സാധകരെ പ്രബുദ്ധതയിലേക്ക് നയിക്കുന്നു.
അവ തന്ത്രത്തിന്റെ നിഗൂഢതകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു, ആഴത്തിലുള്ള ഒരു പ്രപഞ്ച ഐക്യാനുഭവത്തിൽ കലാശിക്കുന്നു. ന്യാസങ്ങളും മുദ്രകളും കേവലം ഭൗതിക പരിശീലനങ്ങളല്ല, മറിച്ച് ദൈവികതയിലേക്കുള്ള ആത്മീയ പാലങ്ങളാണ്. അവ ആഴത്തിലുള്ള പ്രപഞ്ച ഇടപെടലിന് സാധ്യമാക്കുന്നു. ദ്വന്ദ്വവാദമില്ലാത്ത കശ്മീരി ശൈവമതത്തിൽ ആഴത്തിൽ ഉൾച്ചേർന്ന യോഗിനി ഹൃദയ, ദേവിയുടെ ഇച്ഛാശക്തിയാൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു ദിവ്യ നാടകമായി യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഒരു ദർശനം വികസിപ്പിക്കുന്നു, പ്രപഞ്ചത്തെ ദിവ്യപ്രകാശത്തിന്റെയും ബോധത്തിന്റെയും പ്രകടനമായി ചിത്രീകരിക്കുന്നു. ഇത് ഒരു വിമോചന പാതയും പ്രപഞ്ചത്തെ ദിവ്യ ആനന്ദമായും ഐക്യമായും അനുഭവിക്കുന്നതിനുള്ള ഒരു വഴികാട്ടിയും അവതരിപ്പിക്കുന്നു. ഇത് പാഠത്തിന്റെ ആചാരങ്ങളിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നു. യോഗിനി ഹൃദയ എന്നത് താന്ത്രിക പാതയിലേക്കുള്ള ആഴത്തിലുള്ള ഒരു പഠനമാണ്. അത് ദിവ്യമായ സ്ത്രീത്വത്തെയും പ്രബുദ്ധതയിലേക്കുള്ള പാതയെയും പ്രകാശിപ്പിക്കുന്നു. അതിന്റെ നിഗൂഢമായ ആചാരങ്ങൾ ആത്മീയ ഉണർവിന്റെയും ദൈവികതയുമായുള്ള ഐക്യത്തിന്റെയും ഒരു യാത്ര വാഗ്ദാനം ചെയ്യുന്നു. തന്ത്രത്തിന്റെ ആഴമേറിയ മേഖലകൾ പര്യവേക്ഷണം ചെയ്യാൻ ലക്ഷ്യമിടുന്ന അന്വേഷകരുമായി ഇത് പ്രതിധ്വനിക്കുന്നു.